സ്റ്റാർട്ട് ചെയ്യാടാ നമുക്ക്. ഓക്കെ, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ചെയ്യുക. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള സമയം എക്സാമിന്റെ നമുക്കിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. മനസ്സിലുണ്ടാവണം, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ഉപയോഗപ്പെടും എന്നുള്ള ഒരു ഉറപ്പോടെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരു മൈൻഡിനൊരു ഇത് വരരുത് കേട്ടാ. ഇത് എന്നെ കൊണ്ട് പറ്റുമില്ല എന്നല്ല, എന്നെ കൊണ്ട് പറ്റുമെന്ന് എന്നെ തീരുമാനിച്ച് തന്നെ മുന്നോട്ട് പോവുക കേട്ടാ. മൈൻഡ് ഡിസ്റ്റർബ് ആകാത്ത രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോവുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധം, അല്ലെങ്കിൽ ആ ഡേറ്റിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധം എന്താണ് ചോദ്യം. ആ ഡേറ്റിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ടുള്ള ബന്ധം എന്താണ് കുട്ടികളെ? ആർക്ക് പറയാം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ത് ബന്ധമാണ് ആ ഡേറ്റിനുള്ളത്? ഓക്കെ, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നതാണ് നിങ്ങൾ പറയുന്നത്, ശരിയാണോ? അദ്ദേഹത്തെ, അതായത് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് 1940 ജൂലൈ 31 ഓപ്ഷൻ സി ശരിയാണ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നത് തന്നെയാണ് ആൻസർ. ഓക്കെ, എന്തിനാണ് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്? ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് എന്തിനാണ്? ആരെ വധിച്ചതിനാണ് കുട്ടികളെ? പിള്ളേരെ, നമുക്കറിയാം 1919 ഏപ്രിൽ മാസം 13 ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലേ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ മാസം 13 ഉണ്ടായി. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഓർഡർ നൽകിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയർ എന്നാണ് വ്യക്തിയുടെ പേര്. മനസ്സിലായി? മൈക്കിൾ ഒ ഡയർ എന്നാണ് വ്യക്തിയുടെ പേര്. ഇനി അടുത്ത്, ഈ വെടിവയ്പ്പിന് നേതൃത്വം നൽകിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഓർഡർ നൽകിയത് മൈക്കിൾ ഒ ഡയറും ഇനി വെടിവയ്പ്പിന് നേതൃത്വം നൽകിയത് ആരാണ്ടാ? റെജിനാൾഡ് ഡയറുമാണ് അല്ലെ? വെടിവയ്പ്പിന് നേതൃത്വം നൽകിയത് റെജിനാൾഡ് ഡയറാണ് വെടിവയ്പ്പിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഈ മൈക്കിൾ ഒ ഡയറാണ് ഈ വെടിവയ്പ്പിന് ഓർഡർ ഇട്ടത്. ഓ ഡയർ എന്ന് ഓർത്ത് വെച്ചോണം. ഈ മൈക്കിൾ ഒ ഡയറിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ലണ്ടൻ വരെ പോയി. ആരാണ്? ഉദ്ധം സിംഗ്. നിങ്ങൾ സർദാർ ഉദ്ധം എന്നുള്ള സിനിമയുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിയത് നമ്മുടെ വിക്കി കൗശലിന്റെ പടമാണ് സർദാർ ഉദ്ധം. നല്ല സിനിമയാണ്, അത് കണ്ടാൽ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാവും. ഓക്കെ, കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ഇപ്പോൾ ആ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാവും. അപ്പൊ ലണ്ടനിൽ പോയിട്ടാണ് ഈ പറയുന്ന മൈക്കിൾ ഒ ഡയറിനെ ആര് കൊല്ലുന്നത്? ഈ ഉദ്ധം സിംഗ് കൊല്ലുന്നത്. അപ്പൊ അതിനെ തുടർന്ന് 1940 ജൂലൈ 31 1940 ജൂലൈ 31 ഇദ്ദേഹത്തെ, നമ്മുടെ ഉദ്ധം സിംഗിനെ എന്ത് ചെയ്തു? ഉദ്ധം സിംഗിനെ വധിക്കുകയാണ് ഉണ്ടായത്. തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. മനസ്സിലായി? എവിടെ വെച്ചിട്ടാണെന്ന് അറിയാവോ അവിടെ തൂക്കിക്കൊന്നത്? ഇന്ത്യയിൽ വെച്ചിട്ടാണോ അതോ അവിടെ വെച്ചിട്ട് തന്നെയാണോ? ലണ്ടനിൽ വെച്ച് തന്നെയാണോ? ലണ്ടനിൽ തന്നെയാണ്. ആ ഒരു ജയിലിന്റെ പേര് ഒന്ന് പഠിച്ചോണേ. ആ ഒരു ജയിലിന്റെ പേര് എന്ന് പറഞ്ഞാൽ പെൻഡൻ വില്ലെ എന്നാണ് ആ ജയിലിന്റെ പേര് കേട്ടോ. പെൻഡൻ വില്ലെ പ്രസൻ എന്നാണ് ആ ജയിലിന്റെ പേര്. ഈ പെൻഡൻ വില്ലെ പ്രസൻ ലണ്ടനിലെ പെൻഡൻ വില്ലെ പ്രസനിൽ വെച്ചിട്ടാണ് ഈ ഉദ്ധം സിംഗിനെ എന്ത് ചെയ്തത്? വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. ഹാങ്ങിക്കാണ്, തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് കേട്ടോ. മനസ്സിലായ? അപ്പൊ അത് ഓർത്ത് വെച്ചു. അപ്പൊ ആ ഡേറ്റിന്റെ പ്രത്യേകത മറക്കണ്ട. 40 ജൂലൈ 11 ഉദ്ധം സിംഗിനെ തൂക്കിക്കൊന്നത്. അത് എവിടെ നേട്ട് കഴിഞ്ഞാൽ ലണ്ടനിലുള്ള പെൻഡൻ വില്ലെ പ്രസനിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി എന്തിനാണ് നേട്ട് കഴിഞ്ഞാൽ 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഓർഡർ ഇട്ട മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതിനാണ് ഈ പറയുന്ന വധശിക്ഷ നടപ്പിലാക്കിയത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല ഏതാണ്? ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ, പ്രാഥമിക മേഖലയാണോ? ചോദ്യം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഇവിടെ കേരളം എന്ന് ചോദിച്ചിട്ടില്ല, പ്രാഥമിക മേഖലയാണ് ആൻസർ കേട്ടോ. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഞാനത് മുമ്പ് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയില് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചോദിക്കുകയാണ്, ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്നോ കേരളം എന്നോ ചോദിച്ചിട്ടില്ല.
ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ അത് എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ്. ഓക്കെ. എന്നാൽ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഏതാണ്ട? തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയാണ് കേട്ടോ. കേരളം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരം കേരളമാണെങ്കിൽ തൃതീയ മേഖലയും ഇന്ത്യ ആണെങ്കിൽ പ്രാഥമിക മേഖലയുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രാഥമിക മേഖലയും കേരളത്തിൽ തൃതീയ മേഖലയുമാണ്. ഓക്കെ, ഈ തൊഴിലവസരങ്ങൾ കൂടിയും കുറഞ്ഞും വരുന്നതൊക്കെ നമുക്ക് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഇന്ത്യയിൽ ചോദിക്കുകയാണെങ്കിൽ പ്രാഥമിക മേഖലയും കേരളമാണെങ്കിൽ തൃതീയ മേഖലയാണ് കേട്ടോ. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേര് നിങ്ങൾക്ക് അറിയാം. പ്രാഥമിക മേഖലയിൽ മറ്റൊരു പേരെന്താണ്ട? കാർഷിക മേഖല അല്ലേ? പ്രാഥമിക മേഖലയുടെ ഫസ്റ്റ് പേര് മറ്റൊരു പേര് എന്താണ്? കാർഷിക മേഖല എന്നാണ്. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേര്. വ്യാവസായിക മേഖലയുടേത് അല്ലെങ്കിൽ ദ്വിതീയ മേഖലയുടേത് വ്യാവസായിക മേഖല എന്നതാണ് ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേര്. അതുപോലെ തന്നെ തൃതീയ മേഖലയുടേത് എന്താണ്ടാ? സേവന മേഖല എന്നതാണ്. തൃതീയ മേഖലയുടെ മറ്റൊരു പേര് സേവന മേഖല എന്നതാണ് തൃതീയ മേഖലയുടെ മറ്റൊരു പേര് കേട്ടോ. ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട് നമ്മളത് പഠിക്കും. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. തൊഴിലവസരത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ തൃതീയ മേഖലയും ഇന്ത്യയിൽ പ്രാഥമിക മേഖലയുമാണ്. ഓക്കെ, അടുത്ത GST നിലവിൽ വന്ന തീയതി. GST നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. GST ഈസി ക്വസ്റ്റ്യൻ ആണ്. 2017 ജൂലൈ. ഡേറ്റും കൂടെ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് പറയും? ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടില്ല. ജൂലൈ 1 ആണല്ലേ? 2017 ജൂലൈ 1 GST നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, GST ഒരു ഭരണഘടനാ ഭേദഗതി ആയിരുന്നോ? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? അത് ചോദിക്കാറുണ്ട്. GST 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? 122ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേട്ടോ. 122ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളൊന്ന് അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കുക. ജൂലൈ 2017, അതായത് ജൂലൈ 1, 2017 GST നിലയിൽ വന്നത്. GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101ാമത്തെ ഭേദഗതിയും 122ാമത്തെ ബില്ലുമാണ് അല്ലെ? 122ാമത്തെ അമെന്റ്മെന്റ് ബില്ലും എന്നാൽ 101ാമത്തെ ഭേദഗതിയുമാണ്. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് GST എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പരോക്ഷ നികുതികളെ യോജിപ്പിച്ചിട്ട്, അതായത് ഇൻഡയറക്റ്റ് ടാക്സുകളെ, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു നികുതിയാണ് എന്തെന്ന് പറയുന്നത്? GST എന്ന് പറയുന്നത് അല്ലെ? പരോക്ഷ നികുതികളെ രൂപീകരിച്ചുകൊണ്ട് ഒറ്റ നികുതിയാക്കി മാറ്റിയതാണ് എന്തെന്ന് പറയുന്നത്? GST എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, ഈ പറയുന്ന എക്സ്ട്രാ പറയുന്ന പോയിന്റുകൾ സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്ന് അറിഞ്ഞുടങ്ങി നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത്, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് തവണ കണ്ടൊരു ചോദ്യമാണ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേര് കെടാവിളക്കെന്നാണ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്കെന്നാണ്. കെടാവിളക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ആരാണ്? നിലവിലെ പഞ്ചാബ് മുഖ്യമന്ത്രി ആർക്ക് പറയാം? നിലവിലെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനാണ് അല്ലെ? ഭഗവന്ത് മാനാണ് നിലവിലെ പഞ്ചാബ് മുഖ്യമന്ത്രി. ഭഗവന്ത് മാനാണ്. ഓക്കെ, ഓർത്തിരിക്കുക. എന്നാൽ സുഖ്വീന്ദർ സിംഗ് സുഗു എവിടത്തെയാ? സുഗു ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലാണ് സുഗു. ഓക്കെ, അതൊക്കെ ഓർത്തിരിക്കുക, എളുപ്പമാണ്. ഹിമാചൽ പ്രദേശിലല്ലേ കുളു മണാലിയൊക്കെ ഉള്ളത്? അവിടെയൊക്കെ പോയാൽ നല്ല സുഖമല്ലേ? ഹിമാചൽ പ്രദേശിൽ നല്ല അല്ലെങ്കിൽ നല്ല സുഖവാന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി അല്ലേ? അക്ഷയ്, ഹിമാചൽ പ്രദേശിൽ നല്ല സുഖമല്ലേ? നെടുവങ്ങാട് വിട്ട് വെളിയിൽ പോവാത്തവനാണ്. ഓക്കെ, സുഖ്വീന്ദർ സിംഗ് സുഗു ഹിമാചൽ പ്രദേശാണ് കേട്ടോ. സുഖ്വീന്ദർ സിംഗ് സുഗു ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. ഹേമന്ത് സോറൻ എവിടത്തെ മുഖ്യമന്ത്രി? ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് കേട്ടോ. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. അപ്പൊ ഈ 3, പ്രകാശ് സിംഗ് ബാദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. പ്രകാശ് സിംഗ് ബാദൽ പഞ്ചാബിന്റെ പഴയ മുഖ്യമന്ത്രിയാണ്.
ഭഗവന്ത് മാനാണ് ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി. സുഖ്വീന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ്. ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, ഇത് നമുക്ക് ഇപ്പൊ LDK ചോദിച്ചതാണ്. ആദ്യകാലത്ത് മിൻഡോനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം ഏതാണ്? മിൻഡോനെറ്റ്. ആദ്യകാലത്ത് മിൻഡോനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ അത് വോളിബോൾ ആണ് അല്ലെ പിള്ളേരെ? വോളിബോൾ ആണ് മിൻഡോനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം. ഏതാണ്? വോളിബോൾ ആണ് മിൻഡോനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം. ഓക്കെ, നമ്മുടെ ഏതെങ്കിലും അയൽ രാജ്യത്തിന്റെ ഔദ്യോഗിക കായിക ഇനമാണോ മിൻഡോനെറ്റ് അല്ലെങ്കിൽ വോളിബോള്? യെസ്. ഏത് രാജ്യത്തിന്റെയാ? ശ്രീലങ്ക. കേട്ടോ, അത് പഠിച്ചോണേ. ശ്രീലങ്കയുടെ കായിക ഇനം, ശ്രീലങ്കയുടെ ദേശീയ കായിക ഇനമാണ് വോളിബോൾ എന്ന് പറയുന്നത് അല്ലേ? ശ്രീലങ്കയുടെ ദേശീയ കായിക ഇനം വോളിബോൾ ആണ്. അത് ഓർത്തോണം കേട്ടോ. ഓക്കെ, ചൈനയുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ചൈനയുടേത് എന്താണ്? ചൈനയുടേത് ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ. ടേബിൾ ടെന്നീസ് ആണ് ചൈനയുടെ കായിക ഇനം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യക്ക് സത്യത്തിൽ ഒരു ദേശീയ കായിക ഇനം ഇല്ല, അതായത് ഔദ്യോഗികമായിട്ടുള്ള കായിക ഇനം ഇല്ല. എന്നാലും നമ്മൾ പറയുന്നത് ഏതാണ്? ഫീൽഡ് ഹോക്കിയാണ് കേട്ടോ. നമ്മുടെ ദേശീയ കായിക ഇനം എന്ന് പറയുന്നേ ഉള്ളൂ, പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള പദവിയൊന്നും അതിനില്ല. ഫീൽഡ് ഹോക്കിയാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഫീൽഡ് ഹോക്കിയാണ് കേട്ടോ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഔദ്യോഗിക കായിക ഇനം എന്ന് പറയുന്നത് ഫീൽഡ് ഹോക്കിയാണ്. ഓക്കെ, അമേരിക്കയുടെ പറയാൻ പറ്റൂടാ നിങ്ങൾക്ക്? അമേരിക്കയുടേത് അമേരിക്കയുടെ കായിക ഇനം ബേസ്ബോൾ ആണ് അല്ലെ? ബേസ്ബോൾ ആണ് അമേരിക്കയുടെ കായിക ഇനം. ബേസ്ബോൾ ആണ്. ഓക്കെ, സ്പെയിനിൻ്റെത് പറയാൻ പറ്റുമോ? സ്പെയിനിൻ്റെത് കാളപ്പോരാണ് കേട്ടോ. സ്പെയിനിൻ്റെത് കാളപ്പോരാണ് സ്പെയിനിൻ്റെത്. ഓക്കെ, നമുക്ക് പലപ്പോഴും ചോദ്യം വരുന്ന ഒരെണ്ണമാണ് ബംഗ്ലാദേശിന്റെ കായിക വിനോദം ഏതാണ്? ബംഗ്ലാദേശിന്റെ കായിക വിനോദം കബഡിയാണ് കേട്ടോ. ബംഗ്ലാദേശിന്റെ കായിക വിനോദം കബഡിയാണ്. നമുക്കിതിൽ റിപ്പീറ്റ് അടിച്ച് ചോദ്യം വരുന്നത്, ഇങ്ങനെ കായിക വിനോദം ചോദിക്കുന്നത് ബംഗ്ലാദേശിന്റെ ആണ്. ചോദിക്കണമെങ്കിൽ ഓർത്തിരിക്കുക, കബഡിയാണ്. പിന്നെ ഇതൊക്കെ ചോദിക്കാറുണ്ട്. ചൈനയുടെ ടേബിൾ ടെന്നീസ്, അതുപോലെ ശ്രീലങ്കയുടെ വോളിബോള്, USA ബേസ്ബോൾ ആണ്. അതുപോലെ സ്പെയിനിൻ്റെത് കാളപ്പോരാണ് കേട്ടോ. ഇതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻപുട്ട് ഉപകരണം ഏതെന്നാണ് ചോദ്യം. ഇൻപുട്ട് ഉപകരണം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് പിള്ളേരെ അത് കീബോർഡ് ആണ് അല്ലേ? കീബോർഡ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്. കീബോർഡ് ഇൻപുട്ട് ഉപകരണമാണ്. മൗസ് ഒരു ഇൻപുട്ട് ഉപകരണമാണ് അല്ലെ? മൗസ് ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഓക്കെ, മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ഉപകരണമാണോ? മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഓക്കെ, സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ? സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. സ്കാനർ QR സ്കാനർ എന്നോ അല്ലെങ്കിൽ സ്കാനർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്കാനർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഓക്കെ, ബാക്കി പറയുന്നതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക പിള്ളേരെ. ഇതല്ലാതെ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അതുപോലെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ് കേട്ടോ. ഇത് ഇത്രയും ഓർത്തോണം. ഈ പറഞ്ഞത് പ്രധാനപ്പെട്ട ചോദിക്കുന്നതാണ്. അതായത് കീബോർഡ്, മൗസ്, മൈക്രോഫോൺ, സ്കാനർ. ഇതൊക്കെ ഇൻപുട്ട് ഉപകരണങ്ങൾ, അതായത് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണങ്ങളും. എന്നാൽ മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തേക്ക് വിവരങ്ങൾ ലഭിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണങ്ങളുമാണ്. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഫ്റ്റ് കോപ്പി ആണോ ഹാർഡ് കോപ്പി ആണോ? ഒരു PDF ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ഒരു PDF ഫയൽ എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ് കോപ്പിയാണ് അല്ലേ? സോഫ്റ്റ് കോപ്പി. നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രസന്റേഷൻ ഫയലാണ്. ഈ പ്രസന്റേഷൻ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് കോപ്പിയാണ്. ഞാൻ ഇതിന് PDF ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഗ്രൂപ്പുകളിലേക്ക്. ഷെയർ ചെയ്യുന്ന സമയത്തും അതൊരു സോഫ്റ്റ് കോപ്പിയാണ്. ഇനി നിങ്ങൾ ഇതിന്റെ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ആ പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് തൊട്ടാൻ കഴിയുന്ന ആ കോപ്പിയാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. മനസ്സിലായ?
നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് സോഫ്റ്റ് കോപ്പിയാണ്. നിങ്ങളത് കടയിൽ നിന്ന് അത് പ്രിന്റ് എടുക്കുന്ന സമയത്ത് അതൊരു ഹാർഡ് കോപ്പിയായി മാറുകയും നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. മനസ്സിലായ? നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, PDF-ന്റെ പൂർണ്ണരൂപമാക്കി കമന്റ് ചെയ്യാൻ പറ്റുമോ? PDF-ന്റെ പൂർണ്ണരൂപം പോർട്ടബിൾ ഡോക്യുമെന്റ് എഫ് എന്താ? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് അല്ലേ? ഓക്കെ, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ്. ഓക്കെ, നമുക്ക് IT പഠിക്കുമ്പോൾ അതൊക്കെ നോക്കാം. ശരി, നോക്കിയോ. അടുത്ത മൗണ്ട് ബാറ്റൺ പദ്ധതി ചുവടെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗണ്ട് ബാറ്റൺ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയെ വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? മൗണ്ട് ബാറ്റൺ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ, അത് നമ്മൾ ക്ലാസ് എടുത്തു തരാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ഒരുപാടുണ്ട്. ഓക്കെ, ഡിക്കി ബേഡ് പദ്ധതി, ബാൽക്കൺ പദ്ധതി, ജൂൺ 3 പ്ലാൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കത് SCERT ബേസ് ചെയ്തിട്ട് നമുക്ക് കുറെ പഠിക്കാനുണ്ട്. അതായത് അത് എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മൗണ്ട് ബാറ്റൺ പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് നമുക്ക് ക്ലാസ് എടുക്കും. ഓക്കെ, ശരി. അടുത്ത്, ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വ ദിനമായ മാർച്ച് 23 അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വ ദിനമായ മാർച്ച് 23 അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനം എന്ന് പറയുമ്പോൾ അത് എവിടെ ആയിരിക്കും? പഞ്ചാബ് ആണല്ലേ? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല, അദ്ദേഹം ജനിച്ച സ്ഥലമെല്ലാം പഞ്ചാബാണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ട്, ആ ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അതായത് 1907, ഈ ഡേറ്റ് മറക്കരുത്. 1907 സെപ്റ്റംബർ 28, 1907 സെപ്റ്റംബർ 28 നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ്, ഈ പ്രദേശമൊക്കെ നിലവിൽ ഇന്ത്യക്കല്ല, പാകിസ്ഥാനാണ് കേട്ടോ. ഇദ്ദേഹം ജനിച്ച പ്രദേശമൊക്കെ നിലവിൽ പാകിസ്ഥാനിലാണ്. പഞ്ചാബിലെ ലായൽപൂർ ജില്ലയില് ബംഗ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? ലായൽപൂർ ജില്ലയിൽ ബംഗ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഭഗത് സിംഗ് ജനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഡേറ്റും ഈ പറയുന്ന സ്ഥലവും എല്ലാം ഓർത്തോണം. നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് പലതവണ, വീണ്ടും ചോദിക്കും. 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലെ, നിലവിൽ അത് പാകിസ്ഥാനിലാണ്, ലായൽപൂർ ജില്ലയിലെ ബംഗ ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്ന പിള്ളേരെ? ഭഗത് സിംഗ് ജനിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ അത് ഓർത്തിരിക്കണം. അദ്ദേഹം മരണപ്പെടുന്നത് 1931 മാർച്ച് മാസം 23-നാണ്. അവിടെ 31 മാർച്ച് മാസം 23-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത്. ഓക്കെ, അത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഹോറിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, നമുക്കറിയാം ഷഹീദ് ഇ അസം അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ്. അദ്ദേഹത്തിന്റെ ഈ ഒരു രക്തസാക്ഷിത്വ ദിനമായിട്ടുള്ള മാർച്ച് 23 പഞ്ചാബിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്റെ ഒരു അഭിപ്രായം പഞ്ചാബ് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ അവധി കൊടുക്കേണ്ട ഒരു ദിവസമാണത്. ഓക്കെ, കാരണം നിങ്ങൾ നോക്കിയേ, 1907 ജനനം. ഓക്കെ, എത്ര വയസ്സുണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത്? എത്ര വയസ്സ്? 1907 17 ആയപ്പോ 10 വയസ്സ്, 27 ആയപ്പോ 20 വയസ്സ്, 31 ആയപ്പോഴും എത്ര വയസ്സടാ? 24 വയസ്സ് തികഞ്ഞിട്ടില്ല അല്ലേ? 24 വയസ്സ് തികഞ്ഞിട്ടില്ല. ഓക്കെ, ഇന്നും നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അദ്ദേഹം എത്ര വലിയൊരു വിപ്ലവകാരിയായിരുന്നു എന്ന്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ ആർദ്രം മിഷന്റെ ചെയർമാൻ ആരാണ്? കമന്റ് ചെയ്തേ, തെറ്റാതെ കമന്റ് ചെയ്തേ. ആർദ്രം മിഷന്റെ ചെയർമാൻ ആരാണ്? ആർദ്രം മിഷന്റെ ചെയർമാൻ ആരെന്ന് കേട്ടാൽ അത് മുഖ്യമന്ത്രിയാണ് ആർദ്രം മിഷന്റെ ചെയർമാൻ. ആർദ്രം മിഷന്റെ വൈസ് ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ആരോഗ്യമന്ത്രി. ആർദ്രം മിഷന്റെ വൈസ് ചെയർമാൻ ആരെന്ന് കേട്ടാൽ അത് ആരോഗ്യമന്ത്രിയാണ്. ചെയർമാൻ ആരെന്ന് കേട്ടാൽ അത് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. 2016 നവംബർ മാസം 10-ാം തീയതി കേരള സർക്കാർ ആരംഭിച്ച ഒരു മിഷനാണ് നവകേരള മിഷൻ. എന്താ പിള്ളേരെ? നവകേരള മിഷൻ. ഈ നവകേരള മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്.
ഈ നവകേരള മിഷനില് പ്രധാനപ്പെട്ട 4 പദ്ധതികളാണ് ആരംഭിച്ചത്. അതിലൊന്നാണ് ആർദ്രം എന്ന് പറയുന്നത്. ആർദ്രം. ഓക്കെ, ആർദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിലെ പദ്ധതിയാണ്. ആരോഗ്യ മേഖലയിലെ പദ്ധതിയാണ്. ഈ ആർദ്രം പദ്ധതി പ്രകാരം ഇവര് ലക്ഷ്യമിട്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ബേസിക് ആയിട്ട് ഇത്ര അറിഞ്ഞിരിക്കുക. ജനസൗഹൃദമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ, സർക്കാർ ഹോസ്പിറ്റലുകളെ ജനസൗഹൃദമാക്കി മാറ്റുക. അതുപോലെ തന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളും മെച്ചപ്പെടുത്തുക എന്നൊരു ലക്ഷ്യവും ഇതിനുണ്ട്. മനസ്സിലായ? ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഫ്രണ്ട്ലി ആയി മാറുക എന്നതാണ്. ഓക്കെ, പണ്ടൊക്കെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ട് മാറില്ല, ഇങ്ങോട്ട് മാറില്ല, നീ എന്തിനാ ഇവിടെ ഇറങ്ങിപ്പോടാ, അങ്ങനെയൊക്കെ പറയത്തില്ലായിരുന്ന. അപ്പൊ അതൊക്കെ മാറിയിട്ട് സുഹൃത്തെ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ ഇപ്പോഴും അങ്ങനെ ഉണ്ടാ. ഇപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യണം ആരോഗ്യ വകുപ്പില്. എവിടെ സ്റ്റിൽ സെയിം ആണ്? നെടുമങ്ങാടാ? ആഹാ, നമ്മളെ സ്ഥലമാണല്ല. തിരിച്ച് സംസാരിക്കണം. ഗവൺമെന്റ് സർവൻസ് ആണ് അവര്. നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് അവര്. നമുക്ക് അവരോട് തിരിച്ച് സംസാരിക്കാനുള്ള എല്ലാ അനുവാദവും അല്ലെങ്കിൽ എല്ലാ അവകാശവും നമുക്കുണ്ട്. മനസ്സിലായ? ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുക. എന്നാൽ ഡ്യൂട്ടി തടസ്സം വരുത്തി അല്ല, അങ്ങനെ നമ്മൾ അവരെ ഉപദ്രവിക്കുകയും ചെയ്യരുത്. നമ്മൾ അവരുടെ അടുത്ത് കാര്യം സംസാരിക്കുക. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു, എന്ത് അവകാശത്തിനാണ് ദേഷ്യപ്പെടുന്നത്, മാന്യമായി സംസാരിക്കുക. മനസ്സിലായ? ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പം നമ്മള് സംസാരിക്കുമ്പോൾ ഇപ്പം ഒരു ഓട്ടിച്ച് വിടും സെക്യൂരിറ്റിയാ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇപ്പം ഈ ആൺകുട്ടികൾക്ക് സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പെൺകുട്ടികൾ സംസാരിക്കാൻ. നമ്മളൊന്ന് ശബ്ദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം മറ്റേ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ചീത്ത പറയുന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. മനസ്സിലായ? നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റും. മനസ്സിലായ? ഇപ്പൊ നമ്മൾ ഒരിക്കൽ ഇതുപോലെ തക്കാട് ആശുപത്രിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഞാനും വൈഫും കൂടെ. ഓക്കെ, അത് ഞാൻ വൈഫിനെ മുൻനിർത്തിയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അന്ന് വലിയ വഴക്കായി. വലിയ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വഴക്കായി. അവിടെ എൻ്റെ ഒരു അനിയത്തി അവിടെയാണ് ഡെലിവറി വന്നത്. ഓക്കെ, അന്ന് പിന്നെ ഇവനൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ അതുല്, പിന്നെ എൻ്റെ അനിയ അമല്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങള് സംസാരിച്ചു. അത് കാരണം നമുക്ക് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് ഇതാണ്, അവർ നമ്മുടെ സെർവൻസ് ആണ്. ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ സെർവൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ സർവീസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ സംസാരിക്കാൻ പറ്റും. മനസ്സിലായ? ഓക്കെ, ന്യായമായ കാര്യത്തിനാണെങ്കിൽ. അപ്പൊ ഈ ജനസൗഹൃദമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ പറയുന്ന ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്. അത് ആരോഗ്യ മേഖലയിലെ പദ്ധതിയാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ ലൈഫാണ്. ലൈഫൊക്കെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇപ്പൊ അങ്ങനെ കാണാറില്ല. പക്ഷെ ചോദ്യം വരും പിള്ളേരെ, ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് എന്ന പദ്ധതി ഉദ്ദേശിക്കുന്നത്? ലൈഫ് പദ്ധതി ഉദ്ദേശിക്കുന്നത് എന്താ പിള്ളേരെ? ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ് ലൈഫിന്റെ പൂർണ്ണരൂപം. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് എന്നാണ് ലൈഫിന്റെ പൂർണ്ണരൂപം. ഈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിലെ പദ്ധതി എന്ന് കേട്ട് കഴിഞ്ഞാല് അത് ഭവന നിർമ്മാണവും അടുത്ത ഞാൻ പറയാൻ നിങ്ങൾക്ക് ചിരി വരും. ഭവന നിർമ്മാണവും തൊഴിലില്ലായ്മ പരിഹരിക്കലും. കേട്ടോ, തൊഴിലില്ലായ്മ പരിഹരിക്കലുമാണ് ഈ ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭവന നിർമ്മാണവും തൊഴിലില്ലായ്മ പരിഹരിക്കലുമാണ് ഈ ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അവർ ആ പദ്ധതി തിരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഭവന നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ തൊഴിലില്ലായ്മ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് മൂന്നാമതായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അത് എന്തിനായിരിക്കും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്തിനായിക്കൂടെ? പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടി, കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത്. ഓക്കെ, അതിനിപ്പോ വിദ്യാകിരണം എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ആ പദ്ധതിയെ വിദ്യാകിരണം എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. വിദ്യാകിരണം എന്ന്. നാലാമത്തെ പദ്ധതി ഹരിത കേരളം. ഹരിത കേരളമാണ് നാലാമത്തെ പദ്ധതി. ഈ ഹരിത കേരളം പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് എന്താണ്? ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക. രണ്ട് മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം,
മണ്ണ്, ജലം എന്നിവ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് ഹരിത കേരള മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ 4 പദ്ധതികളാണ് നവകേരള മിഷനിൽ വരുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം. ആർദ്രം ആരോഗ്യ മേഖലയിലാണ്. ലൈഫ് ഭവന നിർമ്മാണം, തൊഴിലില്ലായ്മ എന്നിവ പരിഹരിക്കാനാണ് ലൈഫ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാലയങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഹരിത കേരളം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമിടുന്നത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ പരിസ്ഥിതി സംരക്ഷണം, മണ്ണ് ജലം സംരക്ഷണം, മാലിന്യ സംസ്കരണം. ഓക്കെ, ഇതൊക്കെയാണ് ഹരിത കേരള മിഷന്റെ പദ്ധതി എന്ന് പറയുന്നത്. നിങ്ങൾ ഹരിത കർമ്മസേനയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ്. ഹരിത കർമ്മസേന മറ്റേ പച്ച കോട്ടൊക്കെ ഇട്ട് 2 ചേച്ചിമാര് വീട്ടിൽ വരത്തില്ലേ നിങ്ങളെ വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ? ഓക്കെ, നിങ്ങൾ വേസ്റ്റ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, ശരി, ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 50 RS കൊടുക്കാറുണ്ട്. വേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൈസ വാങ്ങാറുണ്ടോ? 70 ആയ? 70 എവിടെയായത്? 50 അല്ലേ എന്റെ കണക്ക് പറയും? 100 ആയ? കൊല്ലത്തൊക്കെ ആവാം, കുഴപ്പമില്ല. ഏറ്റവും പിശുക്കരായിട്ടുള്ള ആൾക്കാർ കൊല്ലത്ത് നിന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഉള്ളത് തന്നെയടേ, അങ്ങനെ തന്നെ കൊല്ലത്തൊക്കെ അങ്ങനെയാണ്. കോർപ്പറേഷൻ അല്ലെന്നല്ലേ നിങ്ങൾ പറയത്തുള്ളൂ. ഓക്കെ, ശരി. അപ്പൊ ഇത് ഓർത്തിരിക്കണേ ഇത്രയും കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാ പിള്ളേരെ? കോളറയാണ് അല്ലെ? കോളറയാണ് ഈച്ച മുഖേന പകരുന്ന രോഗം. കോളറ ഈച്ച മാത്രമല്ല പിള്ളേരെ, നിങ്ങളത് ഓർത്തോണം. നമ്മുടെ മലിനമായ ജലത്തിലൂടെയും അതുപോലെ തന്നെ മലിനമായ ഭക്ഷണത്തിലൂടെയും കോളറ പകരും. കോളറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരം രോഗമാണ്? ഏത് സൂക്ഷ്മജീവിയാണ് കോളറ പരത്തുന്നത്? കോളറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ രോഗമാണ് കോളറ. കോളറ പരത്തുന്ന ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ ആണ്. വിബ്രിയോ കോളറെ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ കോളറ പരത്തുന്നത്. ഈ കോളറയ്ക്ക് വേറൊരു പേരുണ്ട്, വിഷൂജിക. കേട്ടോ, വിഷൂജിക. പൊയ്ക്കോ, വിഷൂജിക. ഇത് കണ്ടോണേ, റെക്കോർഡ് കൊണ്ട് പഠിച്ചോണം. വിഷൂജിക എന്നറിയപ്പെടുന്ന രോഗമാണ് കോളറ. ഓക്കെ, കോളറയ്ക്ക് വാക്സിൻ കണ്ടെത്തിയത് ആരെന്നറിയോ? കോളറയ്ക്ക് വാക്സിൻ കണ്ടെത്തിയത് ആരാ പിള്ളേരെ? കോളറയ്ക്ക് ലൂയി പാസ്റ്റർ ആണ് കേട്ടോ. കോളറയ്ക്ക് വാക്സിൻ കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്റർ ആണ് കോളറ വാക്സിൻ കണ്ടെത്തിയത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈച്ച മുഖേന പകരുന്ന രോഗമാണ് കോളറ. ഈച്ച മാത്രമല്ല, മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയും കോളറ പകരും. ബാക്ടീരിയ രോഗമാണ് കോളറ. വിബ്രിയോ കോളറെ എന്നാണ് അതിന്റെ ഒരു ബാക്ടീരിയയുടെ പേര്. വിഷൂജിക എന്നറിയപ്പെടുന്ന രോഗവും കോളറയാണ്. കോളറ വാക്സിൻ കണ്ടെത്തിയ ലൂയി പാസ്റ്റർ ആണ്. ചിക്കൻ ബോക്സ് പകരുന്നത് എങ്ങനെയാ? ചിക്കൻ ബോക്സ് പകരുന്നത് എങ്ങനെയാ? ചിക്കൻ ബോക്സ് പകരുന്നത് വായുവിലൂടെ പകരുന്ന രോഗമാണ്. വായിലൂടെ പകരുന്ന വൈറസ് രോഗമാണ്. ഏത് വൈറസാ? വേരിസെല്ല സോസ്റ്റർ കേട്ടോ. വേരിസെല്ല സോസ്റ്റർ വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് ചിക്കൻ ബോക്സ്. വേരിസെല്ല സോസ്റ്റർ വഴി വായുവിലൂടെ പകരുന്ന രോഗമാണ് ചിക്കൻ ബോക്സ്. കുഷ്ഠം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കുഷ്ഠം നമുക്ക് എങ്ങനെയാ? സമ്പർക്കത്തിലൂടെയും, കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. പറയടാ, സമ്പർക്കം വായു എന്നീ മാർഗങ്ങളിലൂടെ കുഷ്ഠം പകരും. മലമ്പനി പകരുന്നത് എങ്ങനെയാ? മലമ്പനി കൊതുകിലൂടെ പകരുന്ന രോഗമാണ്. ഏത് കൊതുകാണ് മലമ്പനിക്ക് കാരണമാകുന്ന? കൊതുക് അനോഫിലസ് പെൺകൊതുകൾ അല്ലേ? അനോഫിലസ് കൊതുകുകൾ വഴി പകരുന്ന രോഗമാണ് മലമ്പനി എന്ന് പറയുന്നത്. അനോഫിലസ് കൊതുക് വഴി പകരുന്ന രോഗമാണ് മലമ്പനി. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് പ്രോട്ടോസോവ അല്ലെങ്കിൽ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ. പ്ലാസ്മോഡിയം നമ്മളത് പഠിക്കും കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ബാക്കി. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. ക്ലിയർ ആണ്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് പകരുന്നത്.
അടുത്ത് ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് വനിക. പ്രീവിയസ് ചോദ്യമാണ് വനിക. അറിഞ്ഞുവാത്താണെങ്കിൽ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കുട്ടികൾക്കുണ്ടാകുന്ന ന്യൂമോണിയ അസമത്വത്തിന്റെ രോഗമായി മാറുന്നുവെന്ന് യുണിസെഫ് അവകാശപ്പെടുന്നു അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നു. കീടനാശിനി പ്രയോഗിച്ച കൊതുക് വലകൾ മലേറിയക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം നൽകുന്നു. കുട്ടികൾക്കുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ മുന്നിൽ കണ്ട് ക്ഷയരോഗത്തിനായുള്ള വാക്സിനേഷൻ യുണിസെഫ് പിന്തുണയ്ക്കുന്നില്ല. ആർക്ക് പറയാം? സ്കിപ്പാണോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയ പിള്ളേരെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ എടുക്കാം. കാരണം നമ്മുടെ രാജ്യത്ത് ജനിക്കുന്ന അല്ലെങ്കിൽ നോക്കട്ടെ, ഏതൊരു കുട്ടിക്കായാലും നമ്മൾ കൊടുക്കുന്ന ഒരു വാക്സിനാണ് BCG വാക്സിൻ അല്ലേ? ആദ്യം നൽകുന്ന ലെഫ്റ്റ് വാ, ആദ്യം നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ. ജനിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകണം എന്ന് പറയുന്ന വാക്സിനാണ് BCG വാക്സിൻ. ഈ BCG വാക്സിൻ ഏത് രോഗത്തിനെതിരെയാണ്? TB അല്ലെങ്കിൽ ക്ഷയരോഗത്തിനെതിരെയാണ്. TB അല്ലെങ്കിൽ ക്ഷയരോഗത്തിനെതിരെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പിള്ളേരെ? കുട്ടികൾക്കുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ മുന്നിൽ കണ്ട് ക്ഷയരോഗത്തിനായുള്ള വാക്സിനേഷൻ യുണിസെഫ് പിന്തുണയ്ക്കുന്നില്ല. കുട്ടികൾക്ക് എന്ത് പാർശ്വഫലം? ഒരു പാർശ്വഫലം ഉണ്ടാകുന്നില്ല അല്ലേ? അതായത് നമ്മൾ എല്ലാ കുട്ടികൾക്കും നമുക്ക് നൽകുന്ന ഒരു വാക്സിനാണ്, ആദ്യം നൽകുന്ന വാക്സിനാണ്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഓപ്ഷൻ സിയിൽ 3 ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ 3 ഉണ്ട്, ഓപ്ഷൻ ബിയിൽ 3 ഉണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം ഓപ്ഷൻ എ ആൻസർ. ഞാൻ പറയില്ലേ, നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അറിയണമെന്നില്ല. നമ്മുടെ ചിന്ത, നമ്മൾ ആലോചിക്കണം. നമ്മൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതെങ്ങനെ ശരിയാവും? ക്ഷയരോഗത്തിന് എല്ലാവർക്കും വാക്സിൻ കൊടുക്കുന്നതല്ലേ? കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നത് നമ്മൾ ഉൾപ്പെടെ നമുക്ക് വാക്സിൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ അത് ശരിയാവുന്നത് ആലോചിച്ചിട്ട് ഉത്തരം എഴുതണം. മനസ്സിലായ? ഓക്കെ, അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക പിള്ളേരെ. യുണിസെഫ് എന്താ? യുണിസെഫിന്റെ പൂർണ്ണൊരു വാക്ക് പറയാം. യുണിസെഫ് എന്താണ്? യുണിസെഫിന്റെ പൂർണ്ണരൂപം എന്താണ്? യുണിസെഫ് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. യുണിസെഫിന്റെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ അല്ല. യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. യുണിസെഫിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്? യുണൈറ്റഡ് നേഷൻസ്. UN എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ് യുണിസെഫ്. യുണിസെഫിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? യുണിസെഫിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്. യുണിസെഫിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. യുണിസെഫ് രൂപം കൊണ്ട വർഷവും തീയതിയും 46 കറക്റ്റ് ആണ്. 46 ഡിസംബർ മാസം 11-നാണ്. കറക്റ്റ് ആണ്. 46 ഡിസംബർ 11-നാണ് യുണിസെഫ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളൊരു കുട്ടി ജനിച്ച് ആദ്യം നൽകുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ അല്ലെങ്കിൽ ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ. അതിന്റെ പേരാണ് BCG വാക്സിൻ. 48 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന BCG വാക്സിൻ നൽകണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് യുണിസെഫിനെ കുറിച്ചാണ്. യുണിസെഫിന്റെ പൂർണ്ണരൂപം അറിയാത്തൊരു പഠിച്ചോ, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യുണിസെഫിന്റെ പൂർണ്ണരൂപം. ഓക്കെ, യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. 1946 ഡിസംബർ മാസം 11-നാണ് യുണിസെഫ് ഫോം ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? അടുത്ത്, ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? പ്രീവിയസ് ചോദ്യമാണ്. ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നതെന്നാൽ ഓപ്ഷൻ ബി ആണ് തണ്ട്. ഓക്കെ ആണല്ലോ?
എങ്കിൽ പറയേ ഈ ചണത്തിന് ഇംഗ്ലീഷ് എന്താ പറയുന്നേ? ചണത്തിന് ഇംഗ്ലീഷ് എന്താ പറയുന്നത്? ചണത്തിന് ഇംഗ്ലീഷ് എന്ത് പറയും പിള്ളേരെ? ചണത്തിന് ജൂട്ട് എന്നാണ് പറയുന്നത് അല്ലെ? ജൂട്ട് എന്നാണ് ചണത്തിനെ പറയുന്നത്. ജൂട്ട്. ഓക്കെ, ജൂട്ട് എന്നാണ് ചണത്തിനെ പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് യൂണിവേഴ്സൽ ഫൈബർ. യൂണിവേഴ്സൽ ഫൈബർ, യൂണിവേഴ്സൽ ഫൈബർ, യൂണിവേഴ്സൽ ഫൈബറും ഉണ്ട്, അതുപോലെ ഗോൾഡൻ ഫൈബറും ഉണ്ട്. യൂണിവേഴ്സൽ ഫൈബറും ഉണ്ട്, ഗോൾഡൻ ഫൈബറും ഉണ്ട്. യൂണിവേഴ്സൽ ഫൈബർ ഏത്? ഗോൾഡൻ ഫൈബർ ഏത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറഞ്ഞാൽ പരുത്തിയാണ്. ഗോൾഡൻ ഫൈബർ എന്ന് പറഞ്ഞാൽ ചണമാണ്. ഗോൾഡൻ ഫൈബർ എന്ന് പറഞ്ഞാൽ ചണമാണ്. ഓക്കെ, അപ്പൊ അതിങ്ങനെ ഓർത്തിരിക്കുക. യൂണിവേഴ്സ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. യൂണിവേഴ്സ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണെന്ന് ഓർത്താൽ മതി അല്ലേ? യൂണിവേഴ്സ് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുക യൂണിവേഴ്സ്. അപ്പൊ യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയും ഗോൾഡൻ ഫൈബർ ചണവുമാണ്. ഗോൾഡൻ ഫൈബർ ചണവുമാണ്. ഓക്കെ, ക്ലിയർ ആണ്? ഈ ചാണകത്തിന്റെ, ഫ്രഷ് ചാണകത്തിന്റെ ഒരു ഗോൾഡൻ കളർ ഇല്ലേ? ഫ്രഷ് ചാണകത്തിന് ഇല്ലേ? സ്വർണ്ണ കളർ ഇല്ലേ? ചാണകമൊക്കെ ആര് കാണാം? നീയൊക്കെ പശുവിനെ നേരെ കണ്ടിട്ടുണ്ടാ? വീട്ടിൽ ആരെങ്കിലും വീട്ടിൽ പശു ഉണ്ടാ? ഇല്ല. ഓക്കെ, അതൊക്കെ തന്നെ കുഴപ്പം. ചാണകം ഗോൾഡൻ കളർ എങ്ങനെയൊക്കെ ഓർത്ത് വെച്ചു. യൂണിവേഴ്സ് പരന്നിരിക്കുന്നു. അപ്പൊ പരുത്തി യൂണിവേഴ്സൽ ഫൈബർ, ഗോൾഡൻ ഫൈബർ ചാണകം. മാറിപ്പോകരുത്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ ക്ഷേമത്തിനായുള്ള ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഓക്കെ, അത് വളരെ ഉഷസ് പദ്ധതിയാണ് അല്ലെ? ഉഷസ് ആണ് ആ പദ്ധതിയുടെ പേര് കേട്ടോ. നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവർക്കുള്ള ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഉഷസ്. ഉഷസ്, ഉഷസ് ആണ് ആ പദ്ധതി കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ അറിയാം. ബാലമുകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് കേട്ടോ. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആയുർവേദ ചികിത്സാ പദ്ധതി, ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് ഈ ബാലമുകുളം എന്ന് പറയുന്നത്. ആർദ്രമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്നേഹപൂർവ്വം നമ്മൾ ഇന്നലെ കൂടെ പറഞ്ഞതാണ് അല്ലേ? ഓക്കെ, അതൊക്കെ കുഴപ്പമില്ല. അടുത്ത്, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പട്കറിനെയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പട്കറിനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എങ്കിൽ പറ, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി, രാംദിയോ മിശ്ര. രാംദിയോ മിശ്ര. ഡിട്രിച്ച് ബ്രാൻഡിസ് വനശാസ്ത്രത്തിന്റെ പിതാവാണ്. രാംദിയോ മിശ്ര, രാംദിയോ മിശ്ര, രാംദിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാംദിയോ മിശ്ര, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി, രാംദിയോ മിശ്ര. ഓക്കെ ആണല്ലോ? എങ്കിൽ പറഞ്ഞ എക്കോളജി എന്ന പദം, എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കൽ. ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ് എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ്. നിങ്ങൾക്ക് അറിയാമോ എന്താണ് എക്കോളജി എന്ന്? എക്കോളജി എന്താണെന്ന് അറിയാവോ? എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എക്കോളജി എന്താണ്. എക്കോളജിയുടെ മലയാളം പരിസ്ഥിതി ശാസ്ത്രം. അയ്യോ, അത് എന്താണ്? അതിന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ ചോദിച്ചത്. എക്കോളജി ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ: ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള, അല്ലെങ്കിൽ അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. മനസ്സിലായ? ഇപ്പൊ നമ്മളും നമ്മുടെ ചുറ്റുപാടുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. എക്കോളജി എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഏണസ്റ്റ് ഹെയ്ക്കൽ ആണ്. എന്നാൽ ഫാദർ ഓഫ് എക്കോളജി ആരാ? ഫാദർ ഓഫ് എക്കോളജി, ഫാദർ ഓഫ് എക്കോളജി ആരാണ്? പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവെന്നോ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ പിതാവെന്നൊക്കെ ചോദിച്ച ടാൻസ്ലി അല്ല. ടാൻസ്ലി ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചതാണ് ടാൻസ്ലി. എക്കോസിസ്റ്റം, എക്കോസിസ്റ്റം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ടാൻസ്ലി. ടാൻസ്ലി എക്കോസിസ്റ്റം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ്. ഞാൻ ചോദിച്ച ഫാദർ ഓഫ് എക്കോളജി ആണ്. ഹംബോൾട്ട് ആണ്, കറക്റ്റ് ആണ്. ഫാദർ ഓഫ് എക്കോളജി അലക്സാണ്ടർ 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 വോൺ ഹംബോൾട്ട്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഫാദർ ഓഫ് എക്കോളജി ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഫാദർ ഓഫ് മോഡേൺ എക്കോളജി
ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? യൂജിൻ പി ഓടും. യൂജിൻ പി ഓടും. യൂജിൻ പി ഓടും അദ്ദേഹത്തിന്റെ പേരാണ്. ഒരാളുടെ പേരാണ് യൂജിൻ പി ഓടും. ഓക്കെ, ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ഒത്തിരി പാടാണ്, ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. പിടിച്ചോണേ, ഈ പറഞ്ഞ പിടിച്ചോണം പിള്ളേരെ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പട്കറിനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാംദിയോ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. എക്കോളജി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു, എന്താണ് എക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറഞ്ഞു. ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് എക്കോളജി എന്ന് പറയുന്നത്. ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് എക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ടാൻസിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ടാൻസ്ലി. ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ആര് പിള്ളേരെ? ടാൻസ്ലി എന്ന് പറഞ്ഞു. ഇനി ഫാദർ ഓഫ് എക്കോളജി ആരാണെന്ന് കേട്ടാൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് ഫാദർ ഓഫ് എക്കോളജി. ഇനി ഫാദർ ഓഫ് മോഡേൺ എക്കോളജി അല്ലെങ്കിൽ ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് യൂജിൻ പി ഓടുമാണ്. ഓക്കെ, ക്ലിയർ ആണേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, പറയടാ. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളും ഓപ്ഷനുമാണ്. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നൈട്രജൻ ആണ്. ഇതിൽ നൈട്രജൻ ആണ് ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. ഓക്കെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹ വാതകമാണ്, മീഥേൻ ഹരിതഗൃഹ വാതകമാണ്, ഓസോണും ഹരിതഗൃഹ വാതകമാണ്, നൈട്രജൻ ഹരിതഗൃഹ വാതകമല്ല. ഓക്കെ, ഹരിതഗൃഹ വാതകങ്ങളെ പ്രിവെന്റ് അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനം അല്ലെങ്കിൽ അതിന്റെ അളവ് കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണലി ഏതെങ്കിലും ഒരു എഗ്രിമെന്റോ പ്രോട്ടോകോളോ എന്തെങ്കിലും ഉണ്ടോ? പിള്ളേരെ ഉണ്ട്. അതിന്റെ പേരാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. തെറ്റിക്കരുത്. ഹരിതഗൃഹ വാതകങ്ങളുടെ അതിനെതിരെ അതിന്റെ ഉൽപാദനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണലി ഉള്ള ഒരു പ്രോട്ടോകോളാണ് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഈ ക്യോട്ടോ പ്രോട്ടോകോള് ഏത് വർഷമാണ് സൈൻ ചെയ്തത്? തെറ്റിക്കരുത്. 1997 സൈൻ ചെയ്തു. എപ്പോഴാണ് നിലവിൽ വന്നേ? 97 സൈൻ ചെയ്തു. നിലവിൽ വന്നത് എപ്പോഴാണ്ടാ? ഏത് വർഷമാ? കറക്റ്റ് ആണ്, 2005 നിലവിൽ വന്നു. 2005 നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ ഹരിതഗൃഹ വാതകങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ ക്യോട്ടോ ഏത് രാജ്യത്താണെന്നറിയോ? ക്യോട്ടോ ഏത് രാജ്യത്താ? ജപ്പാനിൽ വെച്ചിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ സൈൻ ചെയ്തത് കേട്ടോ, ജപ്പാൻ. ഓക്കെ, ക്ലിയർ, കൊള്ളാണ്. അടുത്ത 97 ഈ ഒരു സൈൻ നടന്നത്. 97 എല്ലാ രാജ്യങ്ങളും സൈൻ ചെയ്തത്. എന്നാൽ ഇത് നിലവിൽ വന്നത് 2005 ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത, ശരീരത്തില് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവകം ഏതാണ്? പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജീവകം സി ആണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ് പിള്ളേരെ? കലാമിൻ സിങ്കിന്റെ അയിരാണ് അല്ലെ? സിങ്കിന്റെ അയിരാണ്. നമ്മൾ ഇന്നാളെ കൂടെ ചെയ്തതാണ്. ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ് അല്ലെ? ഡെസിബൽ ആണ് ശബ്ദമളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഓക്കെ, ഒരു സദിശ അളവിന് ഉദാഹരണം. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഒരു സദിശ അളവിന്റെ ഉദാഹരണം ഏതാണ്ടാ? സദിശ അളവിന്റെ ഉദാഹരണം. നിങ്ങൾ പഠിച്ചിട്ടുള്ളല്ലേ സദിശ അളവുകളും അതിശ അളവുകളും? താഴെ തന്നിരിക്കുന്ന സദിശ അളവ് ത്വരണമാണ് സദിശ അളവ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ. സംവഹനം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ കടൽക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴാ? രാത്രിയാണോ പകലാണോ കടൽക്കാറ്റ് ഉണ്ടാകുന്നത്? നിങ്ങൾ ഒരു കോഡ് പഠിച്ചു വെച്ചോണേ പിള്ളേർ. ഒരു കോഡ്, അതായത് ഇങ്ങനെയാണ്.
രാത്രി പർവ്വതം കരയും. രാത്രി പർവ്വതം കരയുമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതായത് രാത്രിയാണ് പർവ്വതക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി പകൽ സമയത്താണ് താഴ്വരക്കാറ്റ് അതുപോലെ തന്നെ കടൽക്കാറ്റും ഉണ്ടാകുന്നത്. പകൽ സമയത്താണ്. അപ്പൊ രാത്രി പർവ്വതം കരയുമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ രാത്രിയാണ് പർവ്വതക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത്. ഈ കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകുന്നതിന് കാരണം സംവഹനം തന്നെയാണ് കേട്ടോ. കരക്കാറ്റെന്നോ കടൽക്കാറ്റെന്നോ ചോദിച്ചാൽ സംവഹനം തന്നെയാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ രാത്രി പർവ്വതം കരയുമെന്ന് ഓർത്തിരിക്കുക. രാത്രിയിലെ നമ്മളും കരയുന്നേ അല്ലേ? വിഷമങ്ങളെ കൊണ്ട് രാത്രി ആരും കാണാതെ തലയണയെ കെട്ടിപ്പിടിച്ചല്ലേ നമ്മൾ കരഞ്ഞിട്ടുള്ളത്. അതെ, ഇതൊക്കെ എല്ലായിടത്തും ഒരുപോലെയൊക്കെ തന്നെ അല്ലേ? ഇതൊക്കെ യൂണിവേഴ്സലി ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ രാത്രി പർവ്വതത്തിന് ഒരു പ്രേമ നൈരാശ്യം ഉണ്ടെന്നോ അങ്ങനെ ഓർത്തിരിക്കുക. പർവ്വതം കരയെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പഠിക്കുക എളുപ്പമാണ്. കാറ്റിന്റെ പേരാണ് സ്റ്റാർട്ടിങ്. അതായത് കടൽക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്ന് കരയിലേക്ക്. മനസ്സിലായ? കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കരയിലേക്ക്. കരക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ നിന്ന് കടലിലേക്ക്. പർവ്വതക്കാറ്റ് എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക്. താഴ്വരക്കാറ്റ് എന്ന് പറഞ്ഞാൽ താഴ്വരയിൽ നിന്ന് പർവ്വതത്തിലേക്ക്. പേര് തുടങ്ങുന്നതിനനുസരിച്ചാണ് കാറ്റ് വീശുന്നത്. കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ആരംഭിക്കുന്നു. പർവ്വതക്കാറ്റ് പർവ്വതത്തിൽ നിന്ന് ആരംഭിക്കുന്നു. കരക്കാറ്റ് കരയിൽ നിന്ന് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ താഴ്വരക്കാറ്റ് താഴ്വരയിൽ നിന്ന് ആരംഭിക്കുന്നു. ഓർത്തിരിക്കുക. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണ അവസ്ഥയുടെ തുക എത്ര? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇതൊക്കെ ഓക്സിജൻ അവസ്ഥ പഠിപ്പിക്കുന്നുണ്ട്. അറിയോ ആക്കെങ്കിലും? അറിയണേ സ്കിപ്പ് അടിച്ചോ പിള്ളേരെ. അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, സ്കിപ്പ് അടിക്കാം. പിള്ളേരെ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അത് പഠിച്ചിട്ടുള്ളവർക്ക് കിട്ടത്തുള്ളൂ. അത് പഠിപ്പിക്കും കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ. -3 ഓക്സിജൻ അവസ്ഥയൊക്കെ പഠിപ്പിക്കും. ഓക്കെ, അടുത്ത പൊതുജനാരോഗ്യ നിയമം 2023 ശിക്ഷകളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ഓവുചാൽ തടസ്സപ്പെടുത്തിയാൽ 15,000 മുതൽ 30,000 രൂപ വരെ പിഴ. ഓവുചാൽ തടസ്സപ്പെടുത്തിയാൽ 15,000 മുതൽ 30,000 രൂപ വരെ പിഴ. വളർത്തു മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തില്ലെങ്കിൽ 2,000 രൂപ പിഴ. വൃത്തിഹീനമായ ഭക്ഷ്യവസ്തുക്കൾ അവ കൈകാര്യം ചെയ്യുന്നവരുടെ ശുചിത്വമില്ലായ്മ തുടങ്ങിയവ കണ്ടെത്തിയാൽ സ്ഥാപനം പൂട്ടിക്കാൻ വ്യവസ്ഥയുണ്ട്. 2023 പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരമുള്ള ശിക്ഷകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. വളരെ ഇതെല്ലാം ശരിയാണ്. നിങ്ങൾ ഇത് പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പബ്ലിക് ഹെൽത്ത് നിങ്ങൾക്ക് എല്ലാ പരീക്ഷയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് പൊതുജനാരോഗ്യ നിയമം 2023 ആ നിയമപ്രകാരം ഓവുചാൽ തടസ്സപ്പെടുത്തിയാൽ 15,000 രൂപ മുതൽ 30,000 രൂപ വരെ പിഴ. വളർത്തു മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുത്തില്ലെങ്കിൽ 2,000 രൂപ പിഴ. ഓക്കെ, വൃത്തിഹീനമായ ഭക്ഷ്യവസ്തുക്കൾ അവ കൈകാര്യം ചെയ്യുന്നവരുടെ ശുചിത്വമില്ലായ്മ തുടങ്ങിയവ കണ്ടെത്തിയാൽ സ്ഥാപനം പൂട്ടിക്കാനുള്ള വ്യവസ്ഥ വരെയുണ്ട്. ഇതെല്ലാം ശരിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പൊതുജനാരോഗ്യം എന്ന വിഷയം ഏത് ലിസ്റ്റിലാണ് വരുന്നത്? പൊതുജനാരോഗ്യം എന്ന വിഷയം ഏത് ലിസ്റ്റിലാണ് വരുന്നത്? നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. പൊതുജനാരോഗ്യം എന്ന വിഷയം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റുകളില് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പൊതുജനാരോഗ്യം വരുന്നത്. ഓർത്തിരിക്കുക, സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഓക്കെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, വി ഹരിനായരും കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പദവി വഹിക്കുന്നുണ്ട്. വി ഹരിനായർ എന്താണ്ടാ? മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ലേ? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വി ഹരിനായർ. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? പറയൂ. രാമസുബ്രഹ്മണ്യം. ഇനിഷ്യല് വി രാമസുബ്രഹ്മണ്യം അല്ലേ?
വി രാമസുബ്രഹ്മണ്യം. വി രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യമാണ്. അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്. വി ഹരിനായർ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് കേരളത്തിലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? അല്ലെങ്കിൽ കേന്ദ്ര ഹീരാലാൽ സമരിയ അല്ലെ? ഹീരാലാൽ സമരിയാണ് ദേശീയ അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓക്കെ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ മാറിയിട്ടുണ്ട്. 25ാമത്തെ ആള് മാറി, 26ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ വന്നിട്ടുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരടാ? ജ്ഞാനേഷ് കുമാർ ആണ് 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, 25ാമത് രാജീവ് കുമാർ ആയിരുന്നു. രാജീവ് കുമാർ മാറിയിട്ട് 26ാമത്തെ ആളായിട്ട് ജ്ഞാനേഷ് കുമാർ വന്നിട്ടുണ്ട്. ജ്ഞാനേഷ് കുമാർ ആണ്. ഓക്കെ, അടുത്ത ലോകസഭ രൂപീകൃതമായതെന്ന്. ലോകസഭ രൂപീകൃതമായത് 1952 ഏപ്രിൽ 17. 1952 ഏപ്രിൽ 17 ലോകസഭ രൂപം കൊണ്ടത്. ഓക്കെ, ഈ ലോകസഭ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നറിയോ? ലോകസഭ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നറിയോ? ലോക്സഭ എന്ന വാക്ക് ഏത് പിള്ളേരെ? സംസ്കൃതം. എങ്ങോട്ട് തിരിഞ്ഞാലും സംസ്കൃതി കൊണ്ട് വെച്ചോണം. ഹിന്ദിയാണ് കേട്ടോ, ഹിന്ദി. ലോക്സഭ എന്ന വാക്ക് ഹിന്ദി ഭാഷയിൽ നിന്നാണ്. ഹിന്ദി. ഓക്കെ, ഹിന്ദി. ആക്ച്വലി ഇത് 54 ഈ ഒരു പേര് സ്വീകരിക്കുന്നത്. അതുവരെ ഇതിന്റെ പേര് എന്താണെന്ന് അറിയാവോ? ലോക്സഭയുടെ 54 ഈ ലോക്സഭ എന്ന പേര് സ്വീകരിക്കുന്നത്. അതുവരെ ഇതിന്റെ പേര് എന്താണെന്ന് അറിയോ? 54 വരെ ലോക്സഭയുടെ പേര് 54 ആർക്കും പറയാൻ പറ്റൂടാ? ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നാണ്. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നായിരുന്നു പേര്. ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നായിരുന്നു. ഓക്കെ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നായിരുന്നു. ഓക്കെ, രാജ്യസഭ രൂപം കൊണ്ട് എപ്പോഴാ? പറയടാ. രാജ്യസഭ രൂപം കൊണ്ടത് 1952 ഏപ്രിൽ മാസം 3-ന്. 52 ഏപ്രിൽ മാസം 3-നാണ് രാജ്യസഭ രൂപം കൊണ്ടത്. 52 ഏപ്രിൽ മാസം 3-നാണ് രാജ്യസഭ രൂപം കൊണ്ടത്. രാജ്യസഭ എന്ന പേരും ഹിന്ദി പേരിൽ തന്നെയാണ്. ഓക്കെ, 54 തന്നെയാണ് രാജ്യസഭയ്ക്ക് രാജ്യസഭ എന്ന പേര് വന്നത്. അതുവരെ രാജ്യസഭയുടെ പേരെന്തായിരുന്നു? അതുവരെ രാജ്യസഭയുടെ പേരെന്താണ്ടാ? ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു അല്ലേ? ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു. മനസ്സിലായ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുക. 52 ഏപ്രിൽ 17-നാണ് ലോക്സഭ രൂപം കൊണ്ടത്. ലോക്സഭ രൂപം കൊണ്ടപ്പോൾ പേരെന്തായിരുന്നു? ലോക്സഭ രൂപം കൊണ്ടപ്പോൾ പേരെന്തായിരുന്നു? ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നായിരുന്നു. ഓക്കെ, ഇനി 52 ഏപ്രിൽ 3-നാണ് രാജ്യസഭ രൂപം കൊണ്ടത്. രാജ്യസഭ രൂപം കൊണ്ടപ്പോൾ അതിന്റെ പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു. കേട്ടോ. പിന്നെ അത് 2 പേരുകളാണ്. 54-ലാണ് 2 പേരുകളും ലോക്സഭ രാജ്യസഭ എന്ന ഹിന്ദി പേരുകളായി മാറിയത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് 2024 100 വയസ്സ് തികഞ്ഞ സംഭവം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 100 വയസ്സ് തികഞ്ഞ സംഭവം. അത്യാവശ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്. 2024 100 വയസ്സ് തികഞ്ഞ സംഭവം 99-ലെ വെള്ളപ്പൊക്കമാണ്. നമ്മളെ പെരിയാർ നദിയിലുണ്ടായ 99-ലെ വെള്ളപ്പൊക്കം. അതായത് നമ്മുടെ മലയാള വർഷം 1099 ഉണ്ടായത് കൊണ്ടാണ് ഇതിനെ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. 99-ലെ വെള്ളപ്പൊക്കം ഉണ്ടായത് പെരിയാർ നദിയിലാണ്. ഓക്കെ, 2024 ആയപ്പോഴ് 100 വയസ്സ് തികഞ്ഞു. ഓക്കെ, എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിലാണ് അല്ലെ? ഓക്കെ, ഗാഡ്ഗിൽ കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി പ്രധാനമായി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠനം നടത്താനായിട്ട് 2010 നിയമിച്ച കമ്മിറ്റിയാണ് ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അല്ലെ? വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് പഠനം നടത്താനായിട്ട് 2010 നിയമിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഓക്കെ, കൊള്ളാം. അടുത്ത മലയാള ടെലിവിഷനിൽ ആദ്യമായി
AI ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ ആരാണ്? അത് പ്രീവിയസ് ചോദ്യമാണ്. ആദ്യത്തെ AI വാർത്താ അവതാരകൻ ആരാ പിള്ളരെ? അത് ഇവാനാണ് അല്ലെ? ഇവാനാണ് ആദ്യത്തെ AI വാർത്താ അവതാരകൻ. ഇവാനെ ഏത് ചാനലാണ്? മീഡിയ ഓൺ. മീഡിയ ഓൺ ആണ് കേട്ടോ. മീഡിയ ഓൺ എന്ന് പറയുന്ന ചാനലാണ് ഇവാൻ എന്ന് പറയുന്ന AI വാർത്താ അവതാരകൻ അവതരിപ്പിച്ചത്. ഓക്കെ, അടുത്ത് 2023-24 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? 2023-24 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? 2023-24 രഞ്ജി ട്രോഫി സൗരാഷ്ട്രയാണോ? 2023-24 മുംബൈ അല്ലേടേ? മുംബൈ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് പറയാം. മുംബൈ എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അടുത്ത് ഇപ്പൊ നടക്കണില്ലേ ഉള്ളൂ. 2024-25 ഇപ്പൊ നടക്കണില്ലേ ഉള്ളൂ. അതിലല്ലേ ഇപ്പൊ കേരളം ഫൈനലെത്തിയത്. യെസ്. ഓക്കെ, അപ്പൊ 2023 കോൾ എടുത്തോ. ഇതിപ്പോ കഴിയും. 2023-24 മുംബൈ എന്നാണ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, എ ആണ് ആൻസർ. അടുത്ത, മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? മുംബൈ തന്നെ. ഓക്കെ, മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം, ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാ പിള്ളരെ? ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. ഓക്കെ, ചെമ്പ്. ക്ലിയർ ആണല്ലോ. അടുത്ത്, വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തെളിയിക്കുക. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനം മാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഓക്കെ, തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അതെന്താണ്ടാ പിള്ളേരെ? അതെന്തുവാ? അത് ചാലനമാണ്. ചാലനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനമാണ്. അവിടെ തന്മാത്രകൾക്ക് സംഭവിക്കുന്നത് കമ്പനമാണ്. തന്മാത്രകളുടെ കമ്പനം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ചാലനം എന്ന് പറയുന്നത്. അടുത്ത്, തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അതേതാണ്? തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനം മാറ്റം മുഖേന, അതാണ് സംവഹനം. ഏതാ പിള്ളേരെ? സംവഹനം. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന സംവഹനവും, മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് അതാണ് വികിരണം. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വികിരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം തന്മാത്രകളുടെ സ്ഥാനമാറ്റം ഇല്ലാതെ തന്മാത്രകളുടെ കമ്പനം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്നതിനെ ചാലനമെന്നും, തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനം മാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനമെന്നും, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നതിനെ വികിരണമെന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ ആണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏത്? ധാതുക്കളുടെ കലവറ എല്ലാവർക്കും ബി ആണ്. നിങ്ങളുടെ ഈ അശ്രദ്ധ നിങ്ങൾക്ക് പണി തരും പിള്ളേരെ. ഞാൻ എത്ര തവണ പറഞ്ഞതാ, ശ്രദ്ധിക്കണം. ധാന്യ കലവറ, ഇത് തന്നെ എക്സാം ഹാളിലും സംഭവിക്കുന്നത്. നിങ്ങള് ധാന്യ കലവറ ഉത്തര മഹാസമതലം. ധാന്യ കലവറ ഉത്തര മഹാസമതലം. ധാതു കലവറ ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഇത് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു മാർക്ക് ഇന്നത്തെ കാലത്ത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായ? ഓക്കെ, ഈ എൽ ഡി സി ഇപ്പൊ നമുക്ക് നമ്മുടെ ഇതിന്റെ കാസർഗോഡ് LDC ഇത് വന്നു, ലിസ്റ്റ് വന്നു. 59 കട്ട് ഓഫ്. 58 പോയിന്റ് സംതിങ് മാർക്കുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് ഏകദേശം എനിക്കൊരു 15-20 മിനിറ്റ് എടുത്ത് എനിക്ക് അയാളെ സമാധാനിപ്പിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. സാറേ, ഞാൻ അശ്രദ്ധ കാണിച്ച് തെറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര പാടുപെട്ടു അയാളെ സമാധാനിപ്പിക്കാൻ. മനസ്സിലായില്ലേ? കാരണം അയാൾക്ക് ചിലപ്പം തോന്നിക്കാണേ, ഇപ്പം വേറെ ആടെ പറയാൻ പറ്റും, വീട്ടിൽ പറയാൻ പറ്റുമോ? മനസ്സിലായി? നിങ്ങളെ മനസ്സിലാക്കണ എത്ര പേരുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുപോലെ ഇല്ല, അയാൾക്ക് എന്നെ മുമ്പ് വിളിക്കുന്ന ആൾ തന്നെയായിരുന്നു. വിളിച്ചു, സംസാരിച്ചു. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ അയാൾ പുറത്തായി പോയി. മനസ്സിലായി? അപ്പൊ അതാ പറയുന്നത്, എക്സാം ഹാളില് നിങ്ങൾ നല്ല അലർട്ടായിട്ടിരുന്ന് ചെയ്യണം. മനസ്സിലായ? ക്വസ്റ്റ്യൻ വായിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അറിഞ്ഞാത്തത് പോട്ടെ, കുഴപ്പമില്ല. അറിയാവുന്ന ഒരു സാധനം തെറ്റിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. അത് ആത്മാർത്ഥത്തിൽ പഠിക്കുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാവാം. ഇനി ഇടവരുത്തരുത്. നിങ്ങൾക്ക് സമയമുണ്ട്.
മിനിമം 90 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും ഉണ്ട്. നന്നായിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ നന്നായിട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ എന്തെല്ലാം ഭാഗങ്ങൾ റിവിഷൻ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ തന്നെ ഇതിൽ കുറെ ആൾക്കാർ ഇപ്പം ഏകദേശം 5-6 പേര് അവർ പോയി. അവർക്ക് 1 മണിക്കൂർ പോലും അവർക്ക് ഇത് ഇന്ന് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അത് പോവും. അത് അങ്ങനെ തന്നെയാണ്. ഇതിന് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺസിസ്റ്റൻസി, നമുക്ക് കുറച്ച് ക്ഷമ, ഇതൊക്കെ ആവശ്യമാണ്. മനസ്സിലായില്ലേ? സോ ഇത് വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത്, ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതൊക്കെ? ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ വളരെ കാർഷിക, വ്യവസായ, സേവന മേഖലകൾ. ഈ 3 മേഖലയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ദേശീയ വരുമാനം കിട്ടും അല്ലെ? ഈ 3 മേഖലകളിൽ നിന്ന് നമുക്ക് ദേശീയ വരുമാനം കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാർഷിക, വ്യവസായ, സേവന മേഖലയിൽ നിന്ന് നമുക്ക് ദേശീയ വരുമാനം കിട്ടും. ഇത് 3ഉം ആൻസർ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നിങ്ങൾ പറയേണ്ടത് നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതെന്നാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് CSO. നമുക്കിപ്പോ NSO എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം NSO അത് ലയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒഫീഷ്യലി നിലവിൽ വന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് പരീക്ഷയിൽ ചോദിക്കുമ്പോൾ ആൻസർ CSO തന്നെയാണ്. LDK ചോദിച്ചതാ. ഇപ്പോഴും ആൻസർ CSO തന്നെയാണ് കേട്ടാ. ഇനി നിങ്ങൾ CSO കണ്ടില്ലെങ്കിൽ NSO എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പോഴും CSO തന്നെയാണ് ആൻസർ. അത് മെർജ് ഒഫീഷ്യലി മുന്നോട്ട് വന്നിട്ടില്ല കേട്ടാ. ഇപ്പോഴും CSO തന്നെയാണ്. ഇനി CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നോ ഓർഗനൈസേഷൻ എന്നോ പറയാം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരാണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയെന്നോ പ്രതിശീർഷ വരുമാനം കണക്കാക്കിയ വ്യക്തിയെന്നോ ദാരിദ്ര്യരേഖ നിർണയം നടത്തിയ വ്യക്തിയെന്നോ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം, ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞത് ദാരിദ്ര്യരേഖ നിർണയം അല്ലെങ്കിൽ പോവർട്ടി ലൈൻ ഡിറ്റർമിനേഷൻ. ഓക്കെ, ഈ 3 കാര്യങ്ങളും ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ വ്യക്തി ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ആൻസർ. ദാദാഭായ് നവറോജി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത്, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൽ ഖാദർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, കൊടങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടങ്ങരപ്പള്ളം പുഴ അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ശിരുവാണിയാണ്. അട്ടപ്പാടിലൂടെ ഒഴുകുന്ന നദി എന്ന് കേട്ടാൽ അത് ശിരുവാണിയാണ്. ഈ കൊടങ്ങരപ്പള്ളം പുഴ എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയിൽ പുനർജനിച്ച മനുഷ്യര് ഇടപെട്ടിട്ട് വീണ്ടും പുനർജനിച്ച ഒരു നദിയാണ് കൊടങ്ങരപ്പള്ളം പുഴ. മനസ്സിലായ? അട്ടപ്പാടിയിൽ പുനർജനിച്ച ഒരു നദിയാണ് കൊടങ്ങരപ്പള്ളം പുഴ. എന്നാൽ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിരുവാണിയാണ്. ശിരുവാണി. ഓക്കെ. അടുത്ത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ? ഈസി ക്വസ്റ്റ്യൻ ആണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം പിള്ളേരെ ബി, കാസർഗോഡ്. ഓപ്ഷൻ ബി, കാസർഗോഡാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, ഈ കോട്ടയത്തൊരെണ്ണം പറയാൻ പറ്റുമോ? കോട്ടയത്തൊരെണ്ണം പറയാൻ പറ്റുമോ? കോട്ടയത്ത് റബ്ബർ ബോർഡ് ഉണ്ട്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയമാണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. മണ്ണുത്തിയിൽ എന്ത് പറയാൻ പറ്റും? മണ്ണുത്തി തൃശ്ശൂര് കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി തൃശ്ശൂര്. കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂര്. കോഴിക്കോട് നിങ്ങൾക്ക് എന്ത് പറയാം? കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അല്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അതെവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. അത് ഓർത്തിരിക്കുക. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം. ശരീരത്തിലെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരളാണ് ശരീരത്തിലെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം. ഓക്കെ, ക്ലിയർ ആണ്. KSEB സ്ഥാപിതമായ വർഷം.
KSEB സ്ഥാപിതമായ വർഷം 1957 1957 KSEB സ്ഥാപിതമായത്. ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ മാർച്ച് 31. KSEBയുടെ ആസ്ഥാനം വൈദ്യുത ഭവൻ. എവിടെയാണ് വൈദ്യുത ഭവൻ? വൈദ്യുത ഭവൻ പട്ടം തിരുവനന്തപുരം. ഓക്കെ, ക്ലിയർ ആണ്. KSEBയുടെ ആപ്തവാക്യം എന്താ? KSEBയുടെ ആപ്തവാക്യമാണ് കേരളത്തിന്റെ ഊർജം. കേരളത്തിന്റെ ഊർജം എന്നതാണ് KSEBയുടെ ആപ്തവാക്യം. ഓക്കെ, അത് ഓർത്തിരിക്കുക. ക്ലിയർ ആണ്. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. മത്സ്യഫെഡ് മാത്രമല്ല, കേരഫെഡിന്റെ ആസ്ഥാനവും തിരുവനന്തപുരമാണ്. മനസ്സിലായ? മത്സ്യഫെഡ്, കേരഫെഡ് ഇതൊക്കെ തിരുവനന്തപുരവും. എന്നാൽ കയർഫെഡ് എവിടെയാണ്? കയർഫെഡ് ആലപ്പുഴയിലുമാണ്. മനസ്സിലായ? ഈ 3 എണ്ണം മാറിപ്പോവരുത്. മത്സ്യഫെഡ്, കേരഫെഡ് തിരുവനന്തപുരം, ആലപ്പുഴയിൽ കയർഫെഡ്. നമുക്കറിയാം ആലപ്പുഴയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി, കയർ ഉൽപാദനം എല്ലാം കൂടുതൽ ആലപ്പുഴയിലാണ്. അപ്പം കയർഫെഡ് എവിടെയാണ് പിള്ളേരെ? ആലപ്പുഴയിലാണ്. മത്സ്യഫെഡും കേരഫെഡും എവിടെയാണ്? അത് ട്രിവാൻഡ്രത്താണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, അപ്പൊ നമുക്ക് 40 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നാളെയും വർക്കൗട്ട് ഉണ്ടാവും 1 മണിക്കൂർ. ഓക്കെ, കാരണം നമുക്ക് ഇനി സമയം വളരെ കുറവാണ്. ജോയിൻ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഇനി മാർക്ക് 35+ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തിട്ട് പോണേ. 35+. ഓക്കെ, 35+ ഉള്ള ആൾക്കാരുണ്ടോ? ഓക്കെ, പോലെടാ, ജസ്റ്റ് സെക്കൻഡ്. ഉള്ളൊരു കമന്റ് ചെയ്തേ. പ്രിയങ്ക 37, ബിജിന് 37.6, വിഷ്ണു 36, മനുക്ക് 36.6, അർഗാന 36, ശിവപ്രിയ 38, രമ്യ 36, അപർണ 36, 37.66, അനലക്ഷ്മി 36, പിങ്കി 35, അർച്ചന 36, ധന്യ 36, വിജി 36, അക്ഷയ് 37, സുമി 37. ഓക്കെ, ഇനി എല്ലാവരും മാർക്ക് ഒന്ന് കമന്റ് ചെയ്തിടാം. എല്ലാവരും മാർക്ക് ഞാൻ നോക്കിക്കോളാമേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം ഈ മാസം കൂടെ നമുക്ക് ഇതുപോലെ ഇത്തിരി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി, പിന്നെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നമുക്ക് അടുത്ത മാസം തൊട്ട് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. അപ്പൊ നമുക്കൊരു 40 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ചിലപ്പോൾ 2 മണിക്കൂറോളൊക്കെ എടുക്കും. മനസ്സിലായ? സോ അറ്റൻഡ് ചെയ്യണം എല്ലാവരും. മനസ്സിലായ? എല്ലാവരും അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യണം. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷകളിൽ ഇനി നമുക്കൊരു പരാജയം ഉണ്ടാകരുത്. ഇതൊരു അവസരമാണ്. ഇനി ഒരു പരാജയം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യണം. കേട്ടോ, ഞാൻ അടുത്ത മാസമൊക്കെ എടുക്കുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ സമയം എടുക്കും. നമ്മളെ ഡിഗ്രി ബാച്ചിലെ കുട്ടികൾക്ക് അറിയാം, നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ നമുക്ക് 1 മണിക്കൂറോളം ചിലപ്പോൾ എടുക്കും. കാരണം അത്രത്തോളം നമുക്ക് അവിടെ പറയേണ്ടതുണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. മനസ്സിലായ? സോ നിങ്ങൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക? യൂസ് ആക്കുക. മനസ്സിലായ? അത് 2 മണിക്ക്, ചിലപ്പോൾ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങി ചിലപ്പോൾ 4 മണിക്ക് കഴിഞ്ഞ് തീരുന്നത്. നന്നായിട്ട് യൂസ് ആക്കുക. ഓക്കെ, ക്ലിയർ ആണ്? നമുക്ക് ഇംഗ്ലീഷും എല്ലാം നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വർക്കൗട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ശരി. അപ്പം ലെഫ്റ്റ് ആവാം. ഓക്കെ, ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ തരാം.